ഷിനോ പി ജോസ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ ഷിനോ പി ജോസ്, ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട്, സ്വജനപക്ഷപാതവുമായി ബന്ധപ്പെട്ട്, നിയമനവുമായി ബന്ധപ്പെട്ട് വ്യാപകമായ പരാതികളാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജിയോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള നിയമനത്തിലാണ് ഇപ്പോൾ പരാതി ഉയർന്നിരിക്കുന്നത്. എങ്ങനെയാണ് താങ്കൾ കാണുന്നത്? കഴിഞ്ഞ 2-3 വർഷങ്ങളായി കോവിഡിന്റെ മറവിൽ ഓൺലൈനായിട്ട് മുൻ വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ നടത്തിയിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളിലും അന്വേഷണം വേണമെന്ന് KPCTA നേരത്തെ തന്നെ ആരോപിച്ചിരുന്നതാണ്. അതിലെ പല നിയമനങ്ങളിലും രാഷ്ട്രീയ യജമാനന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഏജന്റിനെ പോലെ അദ്ദേഹം പ്രവർത്തിച്ചു. പക്ഷേ ഉദ്യോഗാർത്ഥികൾ ആരും കേസ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് മുന്നിട്ട് വരാത്തതുകൊണ്ട് മാത്രം പലരും രക്ഷപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമല്ലേ, അദ്ദേഹം സുപ്രീം കോടതി വിധി തിരിച്ചടി വിട്ടുവെന്ന് ഉറപ്പുള്ള ദിവസം ഇന്റർവ്യൂ തട്ടിക്കൂട്ടി നടത്തുകയും അന്ന് വിധി വന്ന ദിവസം അദ്ദേഹം ഇന്റർവ്യൂ ചെയർമാനായിട്ട്, പാനലിലെ ഇന്റർവ്യൂ ചെയർമാനായിട്ട് ഇരിക്കുമ്പോൾ വിധി വന്നു, ഇദ്ദേഹം പുറത്തായി അറിഞ്ഞപ്പോൾ ചാർജായിട്ട് തലേദിവസം ഇന്റർവ്യൂ നടത്താത്ത മറ്റൊരു പ്രൊഫസർക്ക് ചാർജ് കൊടുക്കുക. അതായത് തലേദിവസം ഇന്റർവ്യൂ ബോർഡിൽ ഇരുന്നിട്ടില്ല ഈ ചെയർമാൻ. രണ്ടാമത്തെ ദിവസം വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, ചാർജ് കൊടുത്തിരിക്കുന്ന ചെയർമാൻ എന്ന് പറഞ്ഞ വ്യക്തി ഇതേ ജിയോഗ്രഫി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള തലേദിവസം ഉദ്യോഗാർത്ഥികളെ വിലയിരുത്തിയിട്ടില്ല. ഇത് എവിടെയാണ് ഇത്തരത്തിലുള്ള മര്യാദകേട് കാണിക്കാൻ സാധിക്കുന്നത്? ആർക്കാണ് ഇങ്ങനെ ചെയ്യുന്നത്? എന്താണ് ഇദ്ദേഹത്തിന് ചങ്കൂറ്റം? ആരാണ് ഇദ്ദേഹത്തിന് ഇത്രമാത്രം ലൈസൻസ് കൊടുക്കുന്നത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കൊഞ്ഞനം കുത്തി കാണിക്കുകയല്ലേ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ചെയർമാൻ നിയമിക്കുവാൻ ഇദ്ദേഹത്തിന് എന്ത് യോഗ്യത? കാരണം ഇദ്ദേഹത്തിന്റെ വിജ്ഞാപനം പോലും റദ്ദ് ചെയ്തു സുപ്രീം കോടതി. അപ്പൊ എങ്ങനെയാണ്, ഏത് അധികാരത്തിലാണ് ഇദ്ദേഹം ചാർജ് കൊടുക്കുക? അപ്പൊ അതുകൊണ്ട് ഏത് കോടതിയിൽ കോടതിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജഡ്ജിന് രാഷ്ട്രീയ ഇടപെടൽ നടത്താൻ സാധിച്ചാൽ ജോസ്, താങ്കൾ ഇപ്പോൾ ഗവർണർക്ക് പരാതി നൽകിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇടപെടൽ, ഒരു നീതി സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? ഗവർണറുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാലും ഇതിനകത്ത് പ്രത്യേകിച്ച് അനുകൂലമായ ഒരു കാര്യം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കോടതിയിലൂടെ മാത്രമേ ഇതിനകത്ത് നീതി നടപ്പാവുകയുള്ളൂ. ഇവിടെ വൈസ് ചാൻസലർ അപ്പോയിന്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ചാർജുള്ള ഒരു പ്രൊഫസർ അപ്പോയിന്റ് ചെയ്തു എന്നിരിക്കെ അതിനകത്ത് ഗവർണർ അതിനകത്ത് ഡയറക്ഷൻ കൊടുത്താൽ പോലും നിലവിൽ കണ്ണൂർ സർവകലാശാലയിൽ നിന്നും ഈ ഇന്റർവ്യൂ ക്വാഷ് ചെയ്യപ്പെടാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഹൈക്കോടതി വിധിയിലൂടെ ഹൈക്കോടതി അനുകൂലമായിട്ട് തീരുമാനം ഉറപ്പാക്കാം. ഏത് കോടതിയിൽ പോയാലും നിയമപരമായിട്ട് പരിരക്ഷ കിട്ടും. ഏതായാലും ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ഒരുപാട് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കൃത്യമായ ഇടപെടൽ ഇപ്പോഴും മുൻ VC മാറ്റിയിട്ടുണ്ടെങ്കിലും ഇനിയും ഇത്തരത്തിൽ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തിനും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഒരു പൊതുവെയുള്ള വിലയിരുത്തൽ, അല്ലേ? ഒരു VC മാറുന്നു, മറ്റൊരു VC വരുന്നു, പക്ഷേ ഇപ്പോഴും കണ്ണൂർ യൂണിവേഴ്സിറ്റി ആ ഒരു CPMന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്വജനപക്ഷപാതം ഇനിയും പ്രതീക്ഷിക്കാം. അത് മാത്രമേ അവിടെ നടക്കൂ, അല്ലേ? നിലവിലുള്ള വൈസ് ചാൻസലർ അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. കാരണം ഒരു മുൻവിധിയോട് അദ്ദേഹത്തെ കാണുന്നില്ല. പുതിയ വൈസ് ചാൻസലർ സ്വാഭാവികമായിട്ടും അക്കാദമിക്കലി യോഗ്യതയുള്ള മനുഷ്യനാണ്. അത് മാത്രമല്ല അദ്ദേഹം ഇതിനകത്ത് ഇവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കണ്ണും പൂട്ടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ എതിർക്കുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന മുൻവിധിയോട് അദ്ദേഹത്തെ കാണുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 വർഷങ്ങളായി 70 പോസ്റ്റുകൾ നടത്തിയിരിക്കുന്ന നിയമനം, പ്രിയ വർഗീസ് അടക്കമുള്ള നിയമനങ്ങൾ, ഇത്തരത്തിലുള്ള നിയമനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുഴുവൻ കളിയാക്കുന്ന തുല്യമല്ലേ? അതിനെതിരെ ഒരു ജനരോഷം തന്നെ പൊട്ടിപ്പുറപ്പെടേണ്ട സമയം അതിക്രമിച്ചിട്ടില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നന്ദി ശ്രീ ഷിനോ പി ജോസ്.